സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ തസ്തിക സംബന്ധിച്ച ഉത്തരവിലെ മലപ്പുറത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് സംഘടനകൾ. ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന മഞ്ചേരിയിൽ പോലും ഒരു ഡോക്ടറെ നിയമിച്ചില്ലെന്ന് യൂത്ത് ലീഗും ഫ്രറ്റേണിറ്റിയും പറഞ്ഞു. ജില്ലയിൽ ഡോക്ടർമാരില്ലാത്ത പ്രതിസന്ധി തുടരുമ്പോഴാണ് വീണ്ടും ഈ അവഗണനയെന്നാണ് നേതാക്കൾ പറയുന്നത്. 202 ഡോക്ടർമാരുടെ തസ്തിക അനുവദിച്ചപ്പോൾ 4 പേര് മാത്രമാണ് മലപ്പുറത്ത് ലഭിച്ചത്. ജില്ലയോട് ഇടതുപക്ഷ സർക്കാരുകൾ കാലങ്ങളായിട്ട് തുടരുന്ന അവഗണനയുടെ തുടർച്ചയാണ് ഈ അടുത്ത് വന്ന ആരോഗ്യവകുപ്പ് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചപ്പോൾ വന്ന ഈ ഒരു സമീപനം. ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു തസ്തികയോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒരുക്കുന്നതിന് ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. കേരള സംസ്ഥാനത്ത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ 202 തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിടത്ത് വെറും 4 ഡോക്ടർമാരുടെ തസ്തിക മാത്രമാണ് മലപ്പുറം ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മലബാറിനോടും വിശേഷിച്ച് മലപ്പുറത്തോടും സർക്കാർ കാണിക്കുന്ന ഭീകരമായ വിവേചനത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ആരോഗ്യ മേഖലയിലെ ഈ അവഗണന എന്ന് പറയുന്നത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജംഷീർ, ഡോക്ടർ നിയമനത്തിൽ എത്ര കടുത്ത അവഗണനയാണ് മലപ്പുറത്തിനോടുണ്ടായിട്ടുള്ളത്? ദിവ്യ, തീർച്ചയായിട്ടും മലപ്പുറത്തിനോട് പ്രത്യേകിച്ച് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള, ഏറ്റവും കൂടുതൽ രോഗികളുള്ള, ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ആവശ്യമുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ആവശ്യം പരിഗണിച്ച് ജനങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ 202 ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കുമ്പോൾ അതിൽ കേവലം 4 ഡോക്ടർമാർ മാത്രം, അതായത് തിരൂരിലേക്ക് 3 ഡോക്ടർമാരും നിലമ്പൂരിൽ ഒരു ഡോക്ടർ ഉൾപ്പെടെ 4 ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ ജില്ലയിലേക്ക് ഈ തസ്തിക സൃഷ്ടിച്ചപ്പോൾ നിയമിച്ചത് എന്ന്, അല്ലെങ്കിൽ തസ്തികയിൽ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് മലപ്പുറം ജില്ലയോടുള്ള അവഗണനയാണെന്നാണ് ഇപ്പോൾ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകിയിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ യുവജന സംഘടനകളൊക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്, പ്രത്യക്ഷ സമരത്തിലേക്ക് അടക്കം പോവുകയാണെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നെഫ്രോളജി, ന്യൂറോളജി, ഫോറൻസിക് മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ ഓരോ ഡോക്ടറും, അതോടൊപ്പം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രി ജനറൽ സർജൻ വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉത്തരവിൽ ഉള്ളത് എന്നുള്ളതാണ്. സർക്കാർ പറയുന്ന, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിന് ഈ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, അതായത് സർക്കാർ തലത്തിലുള്ള സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മലപ്പുറം ജില്ലയിൽ ഒന്നുപോലും ഇല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ഡോക്ടർമാരെ തസ്തിക സൃഷ്ടിക്കാത്തത് എന്നുള്ളൊരു വിശദീകരണമാണ് ഇതിനകത്ത് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ള ചോദ്യം, അതായത് മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ള സർക്കാർ തലത്തിലുള്ള സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഇല്ലാത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. ഇവിടെ കൃത്യമായി ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ 41 ഡോക്ടർമാരെയാണ് കണ്ണൂരിൽ നിയമിച്ചിട്ടുള്ളത്. എന്നാൽ ജനസംഖ്യാനുപാതികമായി ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നിലവിൽ തന്നെ അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. എന്നാൽ ആ ഒരു സാഹചര്യം നിലവിലുണ്ടാകുമ്പോൾ അത്തരത്തിൽ ഡോക്ടർമാർ വേണമെന്നുള്ള ആവശ്യം പല തവണകളിലായി നിരന്തരമായി മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെയും അത്തരത്തിലുള്ള സാഹചര്യം ജില്ലയിൽ കൂടുതൽ ഡോക്ടർമാർ വേണമെന്നൊരു ആവശ്യം നിലവിലുണ്ട്. ആ ആവശ്യം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ യാതൊരു മാനദണ്ഡവും ഇല്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ മലപ്പുറത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അത് എത്രത്തോളം രൂക്ഷമാണോ? അതുപോലും ഇല്ലാതെ കേവലം 4 ഡോക്ടർമാരെ മാത്രമാണ്. ഈ 48 അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക സൃഷ്ടിച്ചിട്ട് അതിൽ ഒരെണ്ണം പോലും മലപ്പുറത്തിനില്ല. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ 12 ജൂനിയർ കൺസൾട്ടന്റുമാരുടെ തസ്തികയിലും മലപ്പുറത്തിന് പരിഗണന ലഭിച്ചില്ല. മാത്രമല്ല ജനറൽ സർജറി വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റുമാരുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരാളെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഗൈനക്കോളജി വിഭാഗത്തിൽ 9, ശിശു പരിചരണ വിഭാഗത്തിൽ 3, അനസ്തേഷ്യ വിഭാഗത്തിൽ 21 തസ്തികകൾ സൃഷ്ടിച്ചപ്പോഴും മലപ്പുറം ജില്ലയ്ക്ക് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഏതായാലും മലപ്പുറം ജില്ലയോടുള്ള ആരോഗ്യ മേഖലയിൽ മലപ്പുറം ജില്ലയോടുള്ള കടുത്ത അവഗണന തന്നെയാണ് ഇതെന്നാണ് ഇപ്പോൾ വിവിധ സംഘടനകൾ പറയുന്നത്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനൊരുങ്ങുകയാണ് യുവജന സംഘടനകൾ. സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ തസ്തിക സംബന്ധിച്ച ഉത്തരവിൽ മലപ്പുറത്തോടുള്ള കടുത്ത അവഗണന, അതിൽ പ്രതിഷേധത്തിലേക്ക് കിടക്കുകയാണ് യുവജന സംഘടനകൾ. പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു എന്നാണ് വാർത്ത. ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന മഞ്ചേരിയിൽ പോലും ഒരു ഡോക്ടറെ പോലും നിയമിച്ചില്ല എന്നാണ് യൂത്ത് ലീഗും ഫ്രറ്റേണിറ്റിയും ആരോപിക്കുന്നത്. ജില്ലയിൽ ഡോക്ടർമാരില്ലാത്ത പ്രതിസന്ധി അത് അതിരൂക്ഷമായി തന്നെ തുടരുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ അവഗണന
എന്നതാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെയായി 202 ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അതിൽ വെറും 4 പേരെ മാത്രമാണ്, 4 ഡോക്ടർമാരെ മാത്രമാണ് മലപ്പുറത്തിന് അനുവദിച്ചിട്ടുള്ളത് എന്നതാണ് ഈ പ്രതിഷേധത്തിന്, ഈ വിമർശനത്തിന് കാരണമായിട്ടുള്ളത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള ഒരു സമരത്തിലേക്ക്, പ്രതിഷേധത്തിലേക്കാണ് യുവജന സംഘടനകൾ കടക്കുന്നത്? തീർച്ചയായിട്ടും ദിവ്യ, പ്രതിഷേധിക്കാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ്. ഇന്നലെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇനി 4-ാം തീയതി ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം, പ്രത്യക്ഷ പ്രതിഷേധം നടക്കും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. അതോടൊപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നജീബ് കാന്തപുരം MLA ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിക്കുമെന്നും ഇതിനെതിരെ നിയമസഭയിൽ ഉൾപ്പെടെ കാര്യങ്ങൾ ഉന്നയിക്കുമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. പല സംഘടനകളും അല്ലെങ്കിൽ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മലപ്പുറം ജില്ലയോട് എല്ലാ കാലത്തും കാണിക്കുന്ന അവഗണന, ആ അവഗണനയുടെ തുടർച്ചയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ആരോഗ്യ മേഖലയിലും തുടരുന്നത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിലും പല മേഖലകളിലും ഒരുപക്ഷെ ഈ സർക്കാർ ജില്ലയോട് കാണിക്കുന്ന അവഗണനയുടെ തുടർച്ചയാണിതെന്നാണ് യൂത്ത് ലീഗും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് പോകാൻ യുവജന സംഘടനകൾ തയ്യാറെടുക്കുന്നതും. ദിവ്യ, ഡോക്ടർമാരുടെ തസ്തിക നിർണയത്തിലാണ് മലപ്പുറത്തോട് വലിയ അലംഭാവം, അവഗണന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. 202 ഡോക്ടർമാരുടെ നിയമനമുണ്ടായപ്പോൾ അതിൽ വെറും 4 ഡോക്ടർമാരെ മാത്രമാണ് മലപ്പുറത്തിന് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു എന്നതാണ് യുവജന സംഘടനകൾ ഉന്നയിക്കുന്നത്. ജംഷീർ കുടിഞ്ഞിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്.